Okay, so നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇൻഫിനിക്സിൻ്റെ പുതുപുത്തൻ ഫോണായ ഇൻഫിനിക്സിൻ്റെ സ്മാർട്ട് 4 പ്ലസ് ആണ്. സോ ഒരു ബ്രാൻഡിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് റിവ്യൂ യൂണിറ്റ് ആണ് ഈ സ്മാർട്ട് 4 പ്ലസ്. അതിൻ്റെ അർത്ഥം നമ്മൾ പോസിറ്റീവായ റിവ്യൂ കൊടുക്കും എന്നല്ല. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ മിസ്റ്റർ പെർഫെക്റ്റ് എന്ന ഈ ചാനലിൽ എപ്പോഴും അൺബയാസ്ഡ് ഫ്രാങ്ക് റിവ്യൂസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സോ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഇൻഫിനിക്സ് സ്മാർട്ട് 4 പ്ലസിൻ്റെ അൺബോക്സിംഗ്, പിന്നെ ഫസ്റ്റ് ലുക്കും, പിന്നെ ഈ ഫോണിനെ കുറിച്ചുള്ള എൻ്റെ ഫസ്റ്റ് ഇംപ്രഷനുമാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് എണ്ണത്തിൽ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഓക്കെ, സോ ഇതാണ് ഇൻഫിനിക്സിൻ്റെ ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോൺ, ഇൻഫിനിക്സ് സ്മാർട്ട് 4 പ്ലസ്. ഫ്രണ്ടിൽ എഴുതിയിരിക്കുന്നത് 6000 mAh ബാറ്ററി ഉണ്ട്. 3GB 32GB വെർഷനാണ്, സിംഗിൾ വേരിയൻ്റ് ആണ്. പിന്നെ DTS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും പ്രത്യേകിച്ച് ഒന്നും എഴുതിയിട്ടില്ല. നമുക്ക് ബാക്ക് നോക്കാം. ഓക്കെ, ബാക്കിൽ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസിൻ്റെ ഒരു സമ്മറി ഉണ്ട്. 17.32 സെൻറ്റിമീറ്റർ, അതായത് ഏകദേശം 6.82 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ്. 6000 mAh ബാറ്ററി ഉണ്ട്. 3-day ബാറ്ററി എന്നാണ് ഇൻഫിനിക്സ് പറയുന്നത്. ഫേസ് അൺലോക്ക് ഫീച്ചർ, ഫിംഗർ പ്രിന്റ് സ്കാനർ, 8 മെഗാപിക്സൽ സെൽഫി ക്യാമറ വിത്ത് ഫ്ലാഷ്, 13 മെഗാപിക്സൽ AI ഡ്യുവൽ റിയർ ക്യാമറ, പിന്നെ XOS 6.2, അതായത് ഇൻഫിനിക്സിൻ്റെ സ്വന്തം XOS 6.2 ഉണ്ട്. അതായത് ഇൻഫിനിക്സിൻ്റെ സ്വന്തം UI ആണ്, ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 10. സാർ വാല്യൂ എഴുതിയിരിക്കുന്നത് 0.708 W/kg ഫോർ ഹെഡ് ആണ്. പിന്നെ 0.647 W/kg ഫോർ ബോഡി ആണ്. സോ നമ്മൾ നോക്കുമ്പം ഓക്കെ ആണ്, അണ്ടർ ലിമിറ്റ് ആണ്. രണ്ടും അണ്ടർ 0.75 ആണ്. ദാറ്റ് ഈസ് വെരി ഗുഡ് സാർ വാല്യൂ. സോ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. ബോക്സിൻ്റെ കവർ എടുത്ത് മാറ്റിയാൽ ഫസ്റ്റ് തന്നെ ഫോണാണ്. നമുക്ക് ഫോൺ എടുക്കാം. ഇത് തൽക്കാലത്തേക്കൊന്ന് മാറ്റി വെക്കാം. ഓക്കെ, നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ, വേറെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. സോ 10 വാട്ടിൻ്റെ റെഗുലർ ചാർജറാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഉള്ളത് മൈക്രോ USB കേബിളാണ്. പിന്നെ ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്. TPU കേസ് ഒക്കെ നല്ല ഹാർഡ് TPU കേസാണ്. അങ്ങനെ വെറുതെ വളഞ്ഞു പോകുന്ന TPU കേസല്ല, നല്ല ഹാർഡ് TPU കേസാണ്. പിന്നെ സ്ക്രീൻ പ്രൊട്ടക്ടറും കിട്ടുന്നുണ്ട്. ഈ 7 ഐറ്റംസ് ആണ് നിങ്ങൾക്ക് ഇൻഫിനിക്സ് സ്മാർട്ട് 4 പ്ലസിൻ്റെ പാക്കേജിങ്ങിൽ കിട്ടുന്നത്. 10 വാട്ടിൻ്റെ ചാർജിങ് ഉണ്ട്, മൈക്രോ USB കേബിൾ, സ്ക്രീൻ കവറും TPU കേസ് ഉണ്ട്, പിന്നെ ഓബ്വിയസ്ലി ഫോണുണ്ട്. അതിനോടൊപ്പം തന്നെ സിം ഇജക്ടർ ടൂൾ ഉണ്ട്, പിന്നെ ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്. ഞാൻ ബാക്കി എല്ലായിടത്തും മാറ്റാൻ പോകണം. നമുക്ക് ഫോണൊന്ന് നോക്കാം. സോ ഫോൺ ഫസ്റ്റ് കയ്യിലെടുക്കുമ്പോൾ ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നല്ല ഓക്കെ ആണ്. എനിക്ക് തോന്നുന്ന ഒരു ഏകദേശം 207-208 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ്. സോ നല്ല ഹെവി ഫോൺ തന്നെയാണ്. 200 മേളിലാണ് ഇതിൻ്റെ വെയിറ്റ്. പക്ഷേ ഇത് ഈ ഡിസ്പ്ലേയും പിന്നെ ഇതിലുള്ള ബാറ്ററിയൊക്കെ വെച്ച് നോക്കുമ്പം ഡീസൻറ്റ്, നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ വെയിറ്റ് മാനേജ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അത്രയും ഹെവി ഫീൽ ആവുന്നില്ല. പക്ഷേ ഇത് കയ്യിലെടുക്കുമ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ സൈസ് ഒക്കെ അറിയാൻ പറ്റുന്നുണ്ട്. നല്ല വലിയ യമണ്ടൻ ഡിസ്പ്ലേ ആണ്. ഫ്രണ്ട് ഞാൻ പറഞ്ഞതുപോലെ 6.82 ഇഞ്ചിൻ്റെ വലിയൊരു ഡിസ്പ്ലേ ആണ് ഫ്രണ്ടിലുള്ളത്. നോച്ചാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ബാക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല ഒരു ഗ്രേഡിയൻ്റ് ലുക്കാണ്. പ്ലാസ്റ്റിക് ആണ് ബാക്ക്, ഗ്ലാസ് അല്ല, പ്ലാസ്റ്റിക് ബാക്ക് തന്നെയാണ്. പക്ഷേ എന്നാലും ഒരു പ്ലെയിൻ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഫീൽ കിട്ടുന്നില്ല. നല്ല രീതിയിൽ തന്നെ ഒരു ഗ്രേഡിയൻ്റ് ലുക്ക് അവർ തന്നിട്ടുണ്ട്. ഗ്ലോസി ഗ്രേഡിയൻ്റ് ലുക്കാണ്. ബാക്കിൽ പിന്നെ നോക്കുകയാണെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉണ്ട്, ഇൻഫിനിക്സിൻ്റെ ബ്രാൻഡിങ് ഉണ്ട്, പിന്നെ നമ്മുടെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ഉണ്ട്, LED ഫ്ലാഷും ഉണ്ട്. ഡ്യുവൽ ക്യാമറ സെറ്റപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇപ്പം കാണുന്ന ഒരു ബമ്പില്ലേ, ക്യാമറ ബമ്പ്, വലിയൊരു ക്യാമറ ബമ്പ് കാണും. പക്ഷേ ഇതിൽ ഓൾമോസ്റ്റ് നെഗ്ലിജിബിൾ ക്യാമറ ബമ്പാണ്. സോ അത് നല്ലൊരു ഫീച്ചറാണ് ശരിക്കും പറഞ്ഞാൽ. ഈ ഫോൺ 3 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്, ബ്ലാക്ക്, വയലറ്റ് ആൻഡ് ഓഷൻ വേവ്. സോ ഇതൊരു യൂണി ബോഡി ബാക്കാണ്. സോ ഇതിന് പ്രത്യേകിച്ചൊരു ഫ്രെയിം ഇല്ല, കംപ്ലീറ്റ്ലി ഒരു യൂണി ബോഡി സെറ്റപ്പാണ് ഇതിൻ്റെ ബാക്കിലുള്ളത്. പിന്നെ ഇതിൻ്റെ തിക്നെസ് ഏകദേശം 8.9 മില്ലിമീറ്റർ ആണ്. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ പോർട്സ് ആൻഡ് ബട്ടൺസ് നോക്കാം. ഇതിൻ്റെ ടോപ്പ് സൈഡ് നോക്കിയാൽ കംപ്ലീറ്റ്ലി ക്ലീൻ ആണ്, എംപ്റ്റി ആണ്. അങ്ങനെ പോർട്ടും ബട്ടൺസ് ഒന്നുമില്ല. എനിക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് തരേണ്ടതായിരുന്നു. നോർമലി ഇവിടെ നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് കാണാറുണ്ട് ബാക്കി എല്ലാ ഫോൺസിനും, പക്ഷേ ഇതിലില്ല. സോ അതൊരു ശരിക്കും ചെറിയൊരു നെഗറ്റീവ് പോയിന്റ് ആണ്. ബോട്ടം സൈഡ് നോക്കിയാൽ 3 പോർട്സ് ആണ്. 3.5mm ജാക്ക് ഉണ്ട്, പിന്നെ മൈക്രോ USB സ്ലോട്ട് ഉണ്ട്, പിന്നെ മൈക്രോഫോൺ ഉണ്ട്. ഫോണിൻ്റെ റൈറ്റ് സൈഡിലാണ് പവർ ബട്ടൺ ആൻഡ് വോളിയം റോക്കർ. ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് സിം കാർഡ് ട്രേ. ഡെഡിക്കേറ്റഡ് ആയ മൈക്രോ SD കാർഡിൻ്റെ സ്ലോട്ട് കിട്ടുന്നുണ്ട്. സോ നിങ്ങൾക്ക് 2 സിമ്മും ഒരു മൈക്രോ SD കാർഡും ഒരുമിച്ച് വളരെ സുഖമായിട്ട് യൂസ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഞാൻ ഈ ഫോൺ സെറ്റപ്പ് ചെയ്തിട്ട് വരാം. നിങ്ങൾ ഇതുവരെ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്തോളൂ. 6.82 ഇഞ്ചിൻ്റെ IPS LCD HD+ റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ആണ്. 60 ഹെർട്സിൻ്റെ ആണ്. റിഫ്രഷ് റേറ്റ് 90.5%. സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഉണ്ട്. NEG പ്രൊട്ടക്ഷൻ ആണ് കിട്ടുന്നത്. സോ കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ അല്ല, ഒരു ജാപ്പനീസ് കമ്പനിയാണ് നിപ്പോൺ ഇലക്ട്രിക് ഗ്ലാസ്.
അവരുടെ പ്രൊട്ടക്ഷനാണ് കിട്ടുന്നത്. സോ ഗ്ലാസിൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. 20.5:9 ആണ് ആസ്പെക്ട് റേഷ്യോ. 480 നിറ്റ്സിൻ്റെ മാക്സ് ബ്രൈറ്റ്നസ് ഉണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും വലിയ ഡിസ്പ്ലേ ഉള്ള ഒരു ഫോണാണ് ഇൻഫിനിക്സിൻ്റെ സ്മാർട്ട് 4 പ്ലസ്. സോ അതിനോടൊപ്പം തന്നെ വളരെ നല്ല കാലിബ്രേഷൻ തന്നെയാണ് തന്നിരിക്കുന്നത്. സോ നല്ലൊരു വ്യൂവിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾക്ക് HD കണ്ടൻറ്റ്, ഫുൾ HD കാണാൻ കഴിയില്ല, പക്ഷേ HD കണ്ടൻറ്റ് നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കാൻ കഴിയും. നല്ല ഡീസൻറ്റ് വ്യൂവിംഗ് ആംഗിൾ ഉണ്ട്. പിന്നെ സൺലൈറ്റ് ലെജിബിലിറ്റി, അതായത് നിങ്ങൾ പുറത്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീനിലുള്ള കാര്യങ്ങൾ വായിക്കാൻ പറ്റും. സോ യൂട്യൂബ് വീഡിയോസ് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ TV സീരീസ്, മൂവീസൊക്കെ കാണാൻ താല്പര്യമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നല്ലൊരു വ്യൂവിംഗ് എക്സ്പീരിയൻസ് ആണ്, നല്ലൊരു വലിയ വ്യൂവിംഗ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഇൻഫിനിക്സിൻ്റെ സ്മാർട്ട് 4 പ്ലസിൽ കിട്ടുന്നത്. ഇനി ഇതിൻ്റെ പെർഫോമൻസ് കാറ്റഗറി നോക്കിയാൽ MediaTekൻ്റെ ഹീലിയോ A25 ചിപ്സെറ്റാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. ഒക്ടാ കോർ ചിപ്സെറ്റാണ്. 8 കോർസ് ഉണ്ട്. 4 കോറാണ് 1.8 GHz Cortex A53. ബാക്കി 4 കോർസാണ് 1.5 GHz സെയിം Cortex A53 ആണ്. GPU പവർ VRയുടെ GE8320 600 MHz ക്ലോക്ക് സ്പീഡുള്ള GPU ആണ്. പിന്നെ ഇതിൻ്റെ പെർഫോമൻസ് നോക്കിയാൽ ഞാൻ PUBG പെർഫോമൻസ് എടുത്ത് കാണിക്കാം. എല്ലാം നിങ്ങൾക്ക് വളരെ ലോ സെറ്റിങ്സാണ് കളിക്കാൻ പറ്റുന്നത് PUBG. സോ മീഡിയം മാക്സിമം, സ്മൂത്ത് ഇട്ടാൽ നിങ്ങൾക്ക് മാക്സിമം മീഡിയം സെറ്റിങ്സിലാണ് കളിക്കാൻ പറ്റുന്നത്. സോ ഒരു ഗെയിമിംഗ് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ പവർഫുൾ ഗെയിംസ് ഓറിയൻറ്റഡ് ആയ ഒരു ഫോണല്ല സ്മാർട്ട് 4 പ്ലസ്. സോ നിങ്ങൾ PUBG പോലത്തെ ഗെയിംസൊക്കെ നല്ല രീതിയിൽ കളിക്കുന്ന ഒരാളാണ്, കളിക്കാൻ താല്പര്യമുള്ളവരാണ്, അതിന് വേണ്ടി ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ സ്മാർട്ട് 4 പ്ലസ് നിങ്ങളുടെ ഫോണല്ല. സോ നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റീസ്, ഫോൺ വിളിക്കലും പിന്നെ നോർമൽ ഇൻ്റർനെറ്റ് സർഫിങ്ങും വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ ആണെങ്കിൽ ഓക്കെ ആണ് ഈ ഫോൺ. നല്ല വലിയ ഡിസ്പ്ലേ ഉണ്ട്. പക്ഷേ ഒരുപാട് പെർഫോമൻസ് ബേസ്ഡ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഈ ഫോണല്ല. ഇതൊരു ശരിക്കും പറഞ്ഞൊരു മീഡിയ കൺസംപ്ഷൻ ഫോണാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ വീഡിയോ കോളിംഗ്, സോ ഇപ്പം എല്ലാവരും വീഡിയോ കോളിംഗ് ചെയ്യുന്നുണ്ടല്ലേ ഈ ഒരു സിറ്റുവേഷൻ കാരണം, കൊറോണ സിറ്റുവേഷൻ കാരണം എല്ലാവരും വീഡിയോ കോളിംഗ് ചെയ്യുന്നുണ്ട്, ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്നു. അതിനൊക്കെ എനിക്ക് നല്ല രീതിയിൽ തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഈ ഫോൺ. റാം സ്റ്റോറേജ് വേരിയൻസ് നോക്കിയാൽ സിംഗിൾ റാം സ്റ്റോറേജ് വേരിയൻറ്റിലാണ് ഈ ഫോൺ വരുന്നത്. 3GB 32GB ആണ്. LPDDR3 റാം ആണ് ഇതിനോടൊപ്പം വരുന്നത്. പിന്നെ നമ്മൾ അൺബോക്സിങ്ങിൽ കണ്ടതുപോലെ ഇതിൽ ഡെഡിക്കേറ്റഡ് ആയ മൈക്രോ SD കാർഡിൻ്റെ സ്ലോട്ട് കിട്ടുന്നുണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ സ്റ്റോറേജ് കൂട്ടാൻ കഴിയും. ഇതിൽ വരുന്നത് XOS, അതായത് ഇൻഫിനിക്സിൻ്റെ സ്വന്തം ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. XOS 6.2 ആണ് ഇതിനോടൊപ്പം വരുന്നത് വിത്ത് ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് Android 10. ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു യൂസർ ഇൻ്റർഫേസ് അല്ലെങ്കിൽ UI ആണ് ഇതിനോടൊപ്പം വരുന്നത്. ഡാർക്ക് മോഡിൻ്റെ ഫീച്ചർ ഉണ്ട്. പിന്നെ നിങ്ങൾ ഈ ഹോം സ്ക്രീനിൽ റൈറ്റ് എഡ്ജിൽ നിന്ന് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്താൽ ഒരു പോപ്പപ്പ് വിൻഡോ വരും. അതിൽ ഒരുപാട് ഷോർട്ട് കട്ട്സും പിന്നെ ഒരുപാട് ഫങ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അതിൽ ബട്ടൺസിൽ അത് എഡിറ്റും ചെയ്യാൻ കഴിയും. പിന്നെ സെറ്റിങ്സിൽ പോയിട്ട് അവിടെ ഒരു സോഷ്യൽ ടെർബോ എന്ന ഫീച്ചർ ഉണ്ട്. സോ ഈ ഫീച്ചർ വെച്ച് നിങ്ങൾക്ക് ഒരുപാട് സോഷ്യൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ വാട്സാപ്പ് ഒക്കെ ആണെങ്കിൽ വാട്സാപ്പ് കോൾസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. വീഡിയോ കോൾസിന് വേണ്ടി നിങ്ങളുടെ സ്കിൻ സ്മൂത്തനൊക്കെ ചെയ്യാൻ പറ്റും. സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇതിൽ തീംസ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉള്ള ഒരു UI ആണ്. പക്ഷേ ഈ ഒരു ഫോൺ ഔട്ട് ഓഫ് ദ ബോക്സ് എടുത്ത് യൂസ് ചെയ്തപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ഡിസപ്പോയിൻറ്റിങ് എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ UI സംബന്ധിച്ചിടത്തോളം. കാരണം ഫസ്റ്റ് ഒരുപാട് ഇഷ്ടം പോലെ ബ്ലോട്ട്വെയർസ് വരുന്നുണ്ട്. സോ നോർമലി ബാക്കി കമ്പനീസും ബ്ലോട്ട്വെയർസ് ഇടാറുണ്ട്. പക്ഷേ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കിട്ടാറുണ്ട്. ഇത് സെറ്റപ്പ് ചെയ്യുമ്പോൾ ഓപ്ഷൻസ് അവർ തരും, ഏതൊക്കെ ബ്ലോട്ട്വെയർസ് വേണം, ഏതൊക്കെ വേണ്ട എന്ന്. പക്ഷേ ഇതിൽ എനിക്ക് അങ്ങനത്തെ ഓപ്ഷൻസ് കിട്ടിയില്ല. ആഹാ ഗെയിംസ് എന്ന് പറഞ്ഞൊരു ആപ്പ്, ഒരുപാട് ആപ്പുകൾ നമുക്കത് എടുത്തു കളയാൻ പറ്റുന്നില്ല. സോ എനിക്ക് തോന്നുന്നത് ഇൻഫിനിക്സിൻ്റെ സൈഡിൽ നിന്ന് പിന്നെ ഗൂഗിളിൻ്റെ സൈഡിൽ നിന്ന് വരാത്ത ആപ്പുകളൊക്കെ നമുക്ക് എടുത്തു കളയാൻ പറ്റണം. അങ്ങനത്തെ ഒരു ഓപ്ഷൻ വേണം എന്നാണ് എൻ്റെ ഒരു ഫീഡ്ബാക്ക് അങ്ങനെയാണ്. പക്ഷേ എനിക്ക് അങ്ങനത്തെ അത് കിട്ടിയില്ല. പിന്നെ ഈ സെർച്ച് ബാർ, നമ്മുടെ നോർമൽ ഗൂഗിൾ സെർച്ച് ബാർ ഉണ്ട് ഓൾറെഡി ഹോം പേജിൽ. അതിൻ്റെ മേളിൽ വേറൊരു സെർച്ച് ബാർ ഉണ്ട്. എന്താണ് എനിക്ക് ഇതൊരു മനസ്സിലായിട്ടില്ല. അത് എടുത്തു കളയാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഹോം സ്ക്രീനിൽ നിന്ന് പോലും എടുത്തു കളയാൻ പറ്റുന്നത്. സോ അങ്ങനത്തെ ഒരു ആപ്പ് ഉണ്ടെങ്കിൽ ആപ്പ് ഇരുന്നോട്ടെ. പക്ഷേ എനിക്ക് ആ ഒരു ഹോം സ്ക്രീനിൽ ഞാൻ എന്തിനാണ് അത് കാണേണ്ടി വരുന്നത്? പിന്നെ നമ്മൾ റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ലെഫ്റ്റിൽ ആ ഒരു ഫീഡ് ഉണ്ടല്ലോ, ലൈവ് ഫീഡ് വരും. ആ ലൈവ് ഫീഡിൻ്റെ അകത്ത് ഇഷ്ടം പോലെ ആഡ്സ് ആണുള്ളത്. ആപ്പിൻ്റെ ആഡ് ഉണ്ട്, അതിൻ്റെ വലിയ വിൻഡോയിൽ ആഡ് വരുന്നുണ്ട്. ഷവമി, റിയൽമി എല്ലാ കമ്പനികളും ആഡ് തരുന്നുണ്ട്. പക്ഷേ അതിലൊരു പരിധിയുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവർ അതൊരു ഓപ്റ്റിമൈസ് ചെയ്തിട്ടില്ല. ഇൻഫിനിക്സ് കുറച്ചുകൂടെ എനിക്കൊന്ന് ഓപ്റ്റിമൈസ് ചെയ്യാനുണ്ട്. അറ്റ്ലീസ്റ്റ് ഔട്ട് ഓഫ് ദ ബോക്സ് വരുമ്പോൾ ഇത്രയും ആഡ് വരാൻ പാടില്ല. പ്ലസ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ തന്നിരിക്കുന്ന പ്രൊസസ്സർ അത്രയും സ്ട്രോങ് ആയ പ്രൊസസ്സറല്ല. ഹീലിയോ A25 ആണ്. സോ അതിനിപ്പം ഈ ഒരു നോർമൽ എനിക്ക് തോന്നുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വൈപ്പ് ചെയ്യുമ്പോൾ എനിക്ക് ലാഗ് കിട്ടുന്നുണ്ട്. കുറച്ചുകൂടി ഒരു ബെറ്റർ യൂസർ എക്സ്പീരിയൻസ് തരുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അറ്റ്ലീസ്റ്റ് തുടക്കത്തിൽ ഒരു ഫോൺ ബോക്സിൽ നിന്ന് എടുക്കുമ്പം എങ്കിലും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടണം. നെക്സ്റ്റ് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കാം. സോ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്. ബാക്കിൽ 13 മെഗാ മെയിൻ ക്യാമറ, പിന്നെ ഒരു ഡെപ്ത് സെൻസർ തന്നിട്ടുണ്ട്. ഡീസൻ്റ് ആണ്. 13 മെഗാ ക്യാമറ വെച്ച് നോക്കുമ്പോൾ പിന്നെ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ ഡീസൻറ്റ് ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ കഴിയും. ഓക്കെ, സോ HDR, നോൺ HDR ഓപ്ഷൻസ് ഉണ്ട്. പോർട്രേറ്റ് മോഡിൻ്റെ ഓപ്ഷൻ ഉണ്ട്. AI ക്യാമറ ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്.
ഈ മെയിൻ ക്യാമറ സെറ്റപ്പ് വെച്ച് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് മാക്സിമം 1080p at 30 fps ആണ്. വീഡിയോ എടുത്ത് നോക്കിയാൽ ചെറുതായിട്ട് സാച്ചുറേഷനും കോൺട്രാസ്റ്റ് ഒക്കെ കൂട്ടിയിട്ടുണ്ട്. അത്രയും നാച്ചുറലായ കളേഴ്സ് അല്ല, പക്ഷേ സ്റ്റിൽ ഒരുപാട് പേർക്ക് ഇത്രയും ഈ ഒരു വാം സാച്ചുറേറ്റഡ് കളർ ഒരു പാലറ്റ് ഇഷ്ടമുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. സോ അവർക്ക് ഇത് ഇഷ്ടപ്പെടും. ഡീറ്റെയിലിംഗ് ഞാൻ പറഞ്ഞ പോലെ 13 മെഗാ ക്യാമറയാണ്. സോ അത്രയും ഡീറ്റെയിലിംഗ് നിങ്ങൾക്ക് ഇതിൽ കിട്ടുള്ളൂ. സെൽഫി ക്യാമറ എടുത്ത് നോക്കിയാൽ എന്നെ ചെറിയ രീതിയിൽ ഡിസപ്പോയിൻറ്റ് ചെയ്തു. കാരണം ഈ ഒരു വെളുപ്പിക്കലുണ്ടല്ലോ, ഈ പണ്ട് ഷോമിയും റിയൽമി അവരുടെ ഫസ്റ്റ് ഫോൺസിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വെളുപ്പിക്കലുണ്ട് ഈ ഒരു സെൽഫി ക്യാമറയിൽ. ആ വെളുപ്പിക്കൽ ഇപ്പോൾ ഇതിലും ഉണ്ട്, നല്ല രീതിയിൽ തന്നെ വെളുപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഈ സെൽഫി വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ബാക്ക്ഗ്രൗണ്ടുള്ള ഹൈലൈറ്റ്സ് ഒക്കെ കംപ്ലീറ്റ്ലി ബ്ലോൺ ഔട്ടാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ മാറ്റാവുന്നേ ഉള്ളൂ. സോ എനിക്കറിയാം 8 മെഗാ സെൽഫി ക്യാമറ, പക്ഷേ 8 മെഗാ സെൽഫി ക്യാമറ കൊണ്ട് ഇതിനേക്കാൾ നല്ല ഫോട്ടോസൊക്കെ കിട്ടും. സോ അത് കുറച്ചുകൂടെ ഒരു ബെറ്റർ സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻ്റെ ഒരു കുറവാണ് കാണുന്നത്. സോ മെയിൻ ക്യാമറ ഡീസൻ്റ് ആണ്, പക്ഷേ സെൽഫി ക്യാമറയിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരാനുണ്ട്. ഒരു കാര്യം കൂടെ എടുത്ത് പറയാം, ഞാൻ ഈ വീഡിയോ എടുത്തിരുന്നല്ലോ, വീഡിയോൻ്റെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം. ആ നോയ്സ് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, ആ നോയ്സിൻ്റെ കാരണമാണ് ഇതിൽ നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും നോയ്സ് വരുന്നത്. സോ എൻ്റെ അൺബോക്സിങ്ങിൽ ഞാൻ പറഞ്ഞിരുന്നു നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു ബെറ്റർ എക്സ്പീരിയൻസ് ഉണ്ടായേനെ. ബാറ്ററി ആൻഡ് ചാർജിങ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിയാൽ 6000 mAh M1 ബാറ്ററി ഉണ്ട്. സോ ബാറ്ററി ബാക്കപ്പ് എന്ന കാറ്റഗറിയിൽ ഒരു പേടിയും വേണ്ട. പക്ഷേ ചാർജിങ്ങിന് വേണ്ടി ഒന്ന് 6000 mAh വലിയൊരു ബാറ്ററി ഉണ്ട്, അതിൻ്റെ കൂടെ കിട്ടുന്നത് 10 വാട്ടിൻ്റെ നോർമൽ ചാർജറാണ്. ഒരു അറ്റ്ലീസ്റ്റ് 15 വാട്ടിൻ്റെ ചാർജറിങ് തന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു സ്പീഡ് കിട്ടിയാണ് ചാർജിങ്ങിന്. 10 വാട്ട് വെച്ച് ഏകദേശം 3.25-4 മണിക്കൂർ വരെ എടുക്കുന്നുണ്ട്. സോ നിങ്ങൾ ഓവർനൈറ്റ് ചാർജിങ് ഒക്കെ ഇടാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ മെയിൻലി ഇടുന്നത് ഓവർനൈറ്റ് ചാർജിങ് ആണെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഇൻഫിനിക്സിൻ്റെ സ്മാർട്ട് 4 പ്ലസ്. പക്ഷേ നിങ്ങൾ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഫോണല്ല. സെൻസേഴ്സും മറ്റ് ഫീച്ചേഴ്സൊക്കെ നോക്കിയാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഫോൺസിൽ കിട്ടുന്ന എല്ലാ സെൻസേഴ്സ് ഇതിലും കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കിട്ടുന്നുണ്ട്, ഫേസ് അൺലോക്ക് കിട്ടുന്നുണ്ട്, DTS സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടോപ്പിലാണ് ഫ്രണ്ട് ഫേസിങ് സ്പീക്കേഴ്സാണ്. ഡീസൻറ്റ് സ്പീക്കറാണ്. എനിക്കങ്ങനെ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് വോള്യൂമിൽ സൗണ്ട് ബ്രേക്ക് ആവുന്നത് അല്ലെങ്കിൽ സൗണ്ടിൽ ഡിസ്റ്റോർഷൻ ഒന്നും കേട്ടില്ല. ഈ ഫോണിൻ്റെ പ്രൈസ് നോക്കിയാൽ സിംഗിൾ വേരിയൻ്റ് ആണ്, 3GB 32GB. അതിൻ്റെ ഫ്ലിപ്കാർട്ടിലുള്ള പ്രൈസാണ് 7999 റുപ്പീസ്, അതായത് ഏകദേശം 8000 രൂപയാണ്. സോ ഈ ഇൻഫിനിക്സ് സ്മാർട്ട് 4 പ്ലസിൻ്റെ എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻസ് എന്തൊക്കെയാണ്? സോ ഒരു വലിയ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഇതിൻ്റെ ഡിസ്പ്ലേയും ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പും ആണ്. സോ ഡിസ്പ്ലേ 6.82 ഇഞ്ചിന് വലിയ ഡിസ്പ്ലേ ആണ്, നല്ല രീതിയിൽ കാലിബ്രേറ്റ് ചെയ്ത നല്ല കളർ കറക്റ്റായ ഡിസ്പ്ലേ ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം എനിക്കത് വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേസ് ആയിരിക്കും ഇതിലുള്ളത്. നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ്. സോ നല്ല വ്യൂവിങ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററിയും 6000 mAh വലിയ ബാറ്ററി ഉണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നൊരു 2-2.5-3 ദിവസം ഈസി ആയിട്ട് പോകുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നത് ആ രണ്ടും വലിയൊരു പോസിറ്റീവ്സ് ആണ്. പിന്നെ ഇതിൻ്റെ നെഗറ്റീവ്സ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു ചാർജിങ് കപ്പാസിറ്റി 10 വാട്ട് കുറച്ച് കുറഞ്ഞു പോയെന്ന് തോന്നുന്നു. കാരണം എനിക്ക് തോന്നുന്ന ഒരു 3.5-4 മണിക്കൂറെങ്കിലും എടുക്കുന്നുണ്ട് ചാർജ് ചെയ്യാൻ വേണ്ടി, ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടി 0 to 100%. കാരണം വലിയൊരു ബാറ്ററിയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ സോഫ്റ്റ്വെയറും ഇതിൻ്റെ UI-ആയിട്ടുള്ള എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എനിക്കൊരു സ്ലൈറ്റ്ലി ഒരു ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു. അത് ഇനി ഇമ്പ്രൂവ് ചെയ്യാം ഇൻഫിനിക്സിന്. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ റിവ്യൂസ് ഒക്കെ കാണുമ്പം അവർക്ക് ഇനി എനിക്ക് തോന്നുന്ന ഒരു ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാരണം സോഫ്റ്റ്വെയർ ബേസ്ഡ് ആണ്. പിന്നെ പ്രൊസസ്സർ എന്ന് പറയുമ്പോൾ ന്യൂട്രലാണ്, ആവറേജ് പ്രൊസസ്സറാണ്. സോ അവർ ഈ ഗെയിമിംഗ് ഫോൺ എന്ന് പറഞ്ഞിട്ടല്ല ഈ ഫോൺ ഇറക്കുന്നത്, മീഡിയ കൺസംഷന് വേണ്ടി. പിന്നെ നമ്മൾ ഈ ഓൺലൈൻ മീറ്റിങ്ങും പിന്നെ ഈ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വലിയ സ്ക്രീൻ ഉണ്ട്. അത്യാവശ്യം നല്ല ഡീസൻറ്റ് റിയർ ക്യാമറയുണ്ട്. പിന്നെ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് വേണം ഫ്രണ്ട് ക്യാമറയിൽ. പക്ഷേ സ്റ്റിൽ എനിക്ക് തോന്നുന്നു മീറ്റിംഗ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി, മൂവീസ് ഒക്കെ കാണാൻ വേണ്ടി, TV സീരീസ് കാണാൻ വേണ്ടി, യൂട്യൂബ് വീഡിയോസ് കാണാൻ വേണ്ടി, മീഡിയ കൺസംഷന് വേണ്ടി, നോർമൽ യൂസിന് വേണ്ടിയൊക്കെ ഈ 8000 രൂപയുടെ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പം നല്ല ഒരു ഓപ്ഷൻ തന്നെയാണ് ഇൻഫിനിക്സിൻ്റെ സ്മാർട്ട് 4 പ്ലസ്. ഇൻഫിനിക്സ് സ്മാർട്ട് 4 പ്ലസ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ ബൈ ലിങ്ക് ഇട്ട് തരാം. പിന്നെ ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഫീഡ്ബാക്കും നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മടിക്കേണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ കാണുന്നവരെ ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.